ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലുട്ടി ക്രാഫ്റ്റ് വേൾഡ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ ഫയൽ മേക്കിംഗ് ആണ്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പേപ്പർ ഫയൽ ഉണ്ടാക്കാൻ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചാർട്ടിൻ്റെ പീസ്, ഫുള്ള് ചാർട്ട് നമുക്ക് വേണ്ടതാ ഇത്ര ഒരു ലെങ്ത്ത് മതി. ഇത് ഫുള്ളല്ല, ഫുൾ ചാർട്ട് വേണ്ട കേട്ടോ. നമുക്ക് ഇത്ര ഒരു പീസ് എടുക്കാം, നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇത്ര ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ചാർട്ടിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, എഴുതാത്ത ഇങ്ങനത്തെ ഈ ഭാഗം, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ല, ഇതിങ്ങനെ നേരെ തിരിച്ചാണേ. ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക, ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ചാർട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക, അല്ല കറക്റ്റ് ആവത്തുള്ളൂ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് ഒരു സാപ്ലൈഡ് വേണം കേട്ടോ. നമുക്ക് എന്താണ് ഈ രണ്ട് സൈഡും ഒന്ന് സാപ്ലൈഡ് അടിച്ചു കൊടുക്കാം. നമുക്ക് സാപ്ലൈഡ് അടിച്ചു കൊടുക്കണം. നമുക്ക് സാപ്ലൈഡ് അടിച്ചു കൊടുക്കാം. ഇതേണ്ട, ഇത് ഇങ്ങനെ സാപ്ലൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ. സാപ്ലൈഡിൻ്റെ പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് സാപ്ലൈഡിൻ്റെ പിന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ട, ഇതേപോലെ നമുക്ക് സാപ്ലൈഡിൻ്റെ പിന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ എന്താണ് ഇപ്പം കളർ പേപ്പറിൽ ചെയ്യണമെങ്കിൽ ചെയ്യാൻ, ഞാൻ കുറച്ചും കൂടി വലുതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതിലൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ ചെയ്യുകയാണെങ്കിൽ ഇതേ സെയിം പ്രോസസ്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മളും ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളെല്ലാം ഇതേപോലെ എന്താണ് അടിച്ചെടുത്തിട്ടുണ്ട് സാപ്ലൈഡ്. ഇതപ്പോൾ ഒരു എന്താണ് കിറ്റ് പോലെ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ചാർട്ടിൻ്റെ കളർ, ഇതേ കളർ തന്നെ വേണമെന്നില്ല, ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങനൊരു ഷേപ്പിൽ ഇങ്ങനൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ഷേപ്പ് കേട്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കീസിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതൊന്ന് ഇങ്ങനെ ഉള്ളിലോട്ടും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സാപ്ലൈഡ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കണേ. ഉള്ളിലോട്ട് ഇത് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാക്കി തരാം. ഈ ഫസ്റ്റത്തെ കുറേയുടെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് സാപ്ലൈഡ് ചെയ്ത് കൊടുക്കുക.
ലാസ്റ്റ് സൈഡ് ഇതേപോലെ അടിച്ചു കൊടുക്കുക. അപ്പം ഗൈസ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ വെട്ടിയെടുത്തിരുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഡബിൾ സൈഡ് ടേപ്പ് എടുക്കാം കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പ് ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു പീസ് മാത്രം മതി. നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി കയറ്റി വെക്കാം ഗൈസ്. ഇവിടെ വെക്കാം. അപ്പം ഗൈസ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫയൽ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പം ഗൈസ് കറക്റ്റായത് നമുക്കിത് ഫയൽ അടയ്ക്കാം, ഫയൽ തുറക്കുകയും ചെയ്യാം. നമ്മുടെ ഫയൽ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്കൊരു ലെങ്ത്ത് എടുക്കുക ചാർട്ട് പേപ്പറിൻ്റെ. എന്നിട്ട് ഈ രണ്ട് സൈഡും ഇതിങ്ങനെ മടക്കിയിട്ട് ഈ രണ്ട് സൈഡ് സ്റ്റേപ്ലൈഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈ ഉറ വരുന്ന ഭാഗത്തിൻ്റെ ഈ ഭാഗത്തിലും ഈ ഫസ്റ്റത്തെ ഈ സൈഡിൽ മാത്രമായിട്ട് ഈ ഷേപ്പ് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റേപ്ലൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് തുറക്കുകയടിക്ക് ഈസി ആവും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ചെറിയ ചാർട്ട് പീസിൽ ഒരു ഗേളിനെയും ഒരു ബോയിനെയും വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് ഡബിൾ സൈഡ് ടേപ്പ് ഇതിൽ വേണ്ട കേട്ടോ. ഗേളിൻ്റെ മേലെയും ബോയിൻ്റെ മേലെയും ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാൻ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാം. അവിടെ കുറച്ച് സിമ്പിളായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഗേളും ബോയിനെയും ഒക്കെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളത്. നമുക്കിത് രണ്ടും ഇവിടെ ഒട്ടിക്കാം. ഗൈസ് നമ്മൾ രണ്ടും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഫയൽ നല്ല ക്യൂട്ടായിട്ടില്ലേ. നമുക്കിവിടെ പേപ്പർ ഫയലിനും കൂടി എഴുതി കൊടുത്താൽ ഏകദേശം നമ്മുടെ ഫയലിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയും. കാരണം അത്രയും അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും നല്ല ക്യൂട്ടായിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൂടെ ഉപയോഗിച്ചിട്ടില്ല, കളർ പേപ്പർ ഉപയോഗിച്ചിട്ടില്ല. ആ കൂടി എന്നാൽ നമുക്ക് വലിയ ചാർട്ട് ആണ് ആവശ്യം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ തുറക്കണ സാധനത്തിൻ്റെ ഈ കളർ, ഇപ്പം ഞാൻ ഇവിടെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി എടുക്കുക. ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നല്ലപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ റിസൾട്ട് കിട്ടുള്ളൂ. ജസ്റ്റ് നമുക്ക് ഇതേപോലെ 2 ലൈൻസ് വെച്ചിട്ട് പേപ്പർ ഫയലിനും കൂടി എഴുതി കൊടുത്താൽ നമ്മുടെ ക്യൂട്ട് പേപ്പർ ഫയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യൂട്ടായോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പേപ്പർ ഫയൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പേപ്പർ ഫയൽ ഇതേപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ആക്ച്വലി പേഴ്സണലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാനൊരു ഫയൽ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഉണ്ടാക്കി നോക്കാമെന്ന്. നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ ജസ്റ്റ് ഒരു ഹാർട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. വെറുതെ ഒരു രസത്തിന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, നമുക്ക് വെറുതെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഗൈസ് നമ്മുടെ പേപ്പർ ഫയൽ നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ പേപ്പർ ഫയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കണ്ടേ? അപ്പോൾ വെറുതെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇത് വർക്കിംഗ് ആണോ നോക്കണ്ടേ? നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക, തുറന്നോളുക, ഇതിൻ്റെ ഉള്ളിൽ സാധനം ഇടുക, അടയ്ക്കുക, തുറക്കുക, എടുക്കുക.
അപ്പം ഗൈസ് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളൊരു പേപ്പർ ഫയലിനെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. എല്ലാവരും അത് നമ്മുടെ ആൽക്കഹോൾ ബ്രഷ് പെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതൊക്കെ വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആൽക്കഹോൾ ബ്രഷ് പെന്നില്ലാത്തവർ സ്കെച്ച് വെച്ചിട്ട് എന്തെങ്കിലും കളർ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തെടുത്താൽ മതി. ഈ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ തന്നെ നമ്മുടെ ഫയൽ ഇതാ അടിപൊളി ക്യൂട്ട് ഫയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.